ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കാണുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡിസംബർ 29-നാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് 29-നാണ്. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സാങ്കേതിക തകരാറ് മൂലം എനിക്കത് ഡിലീറ്റ് ആക്കേണ്ട ആവശ്യം വന്നു. ഞാനത് ഡിലീറ്റ് ആക്കി. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെയും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇത് വടകര വെച്ചിട്ടാണ് എൻഗേജ്മെൻറ്റ്. ഉപ്പാൻ്റെ പെങ്ങളെ മോളതാണ്. അപ്പോൾ ഞാനും എൻ്റെ ആങ്ങളുടോളും രാവിലെ കണ്ണൂരിൽ ഒരു 11 മണിക്ക് പുറപ്പെട്ടിട്ട് 12:30 മണിക്ക് അത് പിന്നെ അവിടെ എത്തിയത്, വടകര എത്തിയിട്ടുള്ളത്. ഉച്ചക്ക് 1:30 മണിയായപ്പോൾ ഉപ്പാൻ്റെ പെങ്ങൾ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കി. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഇറച്ചിച്ചോറാണ് ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചിച്ചോറ്. ഉപ്പാൻ്റെ പെങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇറച്ചിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറച്ചിച്ചോറും പിന്നെ തൈര്, അച്ചാറ്, പിന്നെ പുളിയാണൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് തിരക്കൊണ്ട് അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാനും അങ്ങോട്ടോടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ ആൾക്കാർക്ക് വരാൻ തുടങ്ങി. ഉപ്പാൻ്റെ അനിയന്മാരോളും പിന്നെ അവളെ ഭർത്താവിൻ്റെ ആൾക്കാരും അങ്ങനെയൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ ഒരു കല്യാണം പോലെ ആൾക്കാരുണ്ടേനി. ഉപ്പാൻ്റെ പെങ്ങളെ അയൽവാസികളുണ്ടേനി, ഉപ്പാൻ്റെ പെങ്ങളെ മോളെ അയൽവാസികളുണ്ടേനി, പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൻ്റെ അയൽവാസികളുണ്ടേനി, ഭർത്താവിൻ്റെ ആൾക്കാരും പിന്നെ ഭർത്താവിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സുകളും, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടേനി കേട്ടോ. ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ എന്ന് പറയുന്നേരം ഞാൻ വിചാരിച്ചു കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എന്ന് എൻ്റെ വിചാരം. പക്ഷേ അതല്ല, ഒരുപാട് പേരുണ്ടേനി. ഞാനവിടെ പോയ സമയത്ത് കല്ലുംകൈ കൊണ്ടുപോയിട്ടുണ്ടേനി. അപ്പോൾ ഓരോരാൾ വെറൈറ്റി ആയിട്ടുള്ള കടികൾ, അത് ഉപ്പാൻ്റെ പെങ്ങളും പിന്നെ അനിയന്മാരോളും പിന്നെ ഭർത്താവിൻ്റെ ആൾക്കാരും ഒക്കെ ഓരോ തരം വെറൈറ്റി കടികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കടികളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉപ്പാൻ്റെ അനുജന്മാരെ മക്കളുണ്ടെങ്കിൽ അവർ ഫ്രൂട്ട്സും ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ ആൾക്കാരും ഉപ്പാൻ്റെ അനുജന്മാരും ഭാര്യമാരും കൂടിയിട്ട് കടികൾ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട്, നമ്മളിപ്പോൾ മുട്ടപ്പത്തിലായാലും ഇറച്ചിപ്പത്തിലായാലും അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ വെക്കുക, അതേപോലെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഇനി. പിന്നെ അതിനിടയിൽ 4 മണിക്ക് അവർ വരുന്നു പറഞ്ഞത്. പക്ഷെ 4 മണിക്കല്ല അവർ വന്നത്, 6 മണിക്കാണ്. ഓരോരാളും കടികൾ കൊണ്ടുവരുന്ന അനുസരിച്ചിട്ട് ഓരോന്ന് പ്ലേറ്റിലിട്ട് വെക്കുന്നുണ്ട് ഇനി. പെട്ടെന്നാറ്റം അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെക്കാൻ എളുപ്പമായിരിക്കുമല്ലോ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ 4 മണി കഴിഞ്ഞിട്ടും അവർ വന്ന കണ്ടില്ല. അപ്പം നമ്മൾ ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടേനി. ഭർത്താവിൻ്റെ മാപ്പിളുടെ ഉമ്മാനെ അനുജത്തിയാന്ന് അത് കേട്ടോ, ഫാത്തിമ എന്ന് അവരുടെ പേര്. നല്ല ജോളിയാണ്, തമാശയാണ്, ചിരിയും കളിയും ഒക്കെയാണ് കേട്ടോ. അവളെ ഭർത്താവിൻ്റെ ആൾക്കാരൊക്കെ നല്ല അടിപൊളിയാണ്, എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓരോന്നും കടികൾ കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് ഓരോന്നും ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. കടികൾ മാത്രമല്ല കേട്ടോ, ഇതിനോടൊപ്പം തന്നെ നെയ്പ്പത്തിൽ, മുട്ട സുർക്ക, വെള്ളാപ്പം, ചപ്പാത്തി, നൂൽപുട്ട്, പിന്നെ മന്തി, നൂഡിൽസ്, അയക്കുറ പൊരിച്ച്, അവൽ പൊരിച്ച്, അങ്ങനെ വേണ്ട എല്ലാത്തിനും വെറൈറ്റി ഭക്ഷണങ്ങളും ഉണ്ടേനി കേട്ടോ. എന്താ പറയണ്ടേ, ഏതാ കഴിക്കണ്ടേ നമുക്ക് തിരിയില്ല, അത്രയോട് ഭക്ഷണം ഉണ്ടേനി. അപ്പോൾ എല്ലാം നിരത്തി വെക്കുന്നതിനനുസരിച്ചിട്ട് ഓരോന്നും നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. നല്ല രസമായി, നല്ല തമാശയും കളിയും ജോളിയും ഒക്കെയാണ്. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ എന്താ പറയുക, ടെൻഷൻ നമ്മൾ മനസ്സിലുണ്ടാവേ ഇല്ല, അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാട്ടോ. വാച്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഉപ്പാൻ്റെ പെങ്ങളെ മോളെ ഉമ്മാൻ്റെ അനുജത്തിയാണ് ഇവർ. നല്ല തമാശയുള്ള ആളാണ്. ഇവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാലേ സമയം പോകുന്ന തിരിയേയില്ല, അത്രയ്ക്ക് നല്ല രസമായിരുന്നു. ഫ്രൂട്ട്സും അതിനിടയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, മധുരമുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് അവർ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വെള്ളാപ്പം, നൂൽപുട്ട്, പൊറോട്ട, പിന്നെ നെയ്പ്പത്തിൽ, അതൊക്കെ നമ്മൾ പുറത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടേനി. അതൊക്കെ വന്നിട്ടുണ്ടേനി. വന്ന സമയത്ത് അതും നമ്മൾ ഓരോരോ പ്ലേറ്റിലാക്കിയിട്ട് വെക്കുന്നുണ്ട്.
എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കണ്ടെന്ന് ആ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഭക്ഷണം വിളമ്പി വെച്ചതിന് ശേഷം വിളിച്ചു. ഭക്ഷണം കഴിക്കുന്ന തിരക്കാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു അവരൊക്കെ പോയതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പെങ്ങളും ഭർത്താവിൻ്റെ ആൾക്കാരും കുട്ടികളും ഡാൻസും കളിയും ഒക്കെയാണ് ഒരു കല്യാണം കഴിഞ്ഞ പോലെ തോന്നിയിട്ടുള്ളത് എനിക്ക്. അടിപൊളിയാണ്, നല്ല പാട്ടും ഡാൻസും ഒക്കെ, നല്ല ചിരിയും കളിയും തമാശയും ഒക്കെയാണ് ഇന്നലെ. അപ്പം ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു 7:20 വൈകിട്ട്. സന്ധ്യയായി, നന്ന രാത്രി ആയിപ്പോയി. കുട്ടികളെല്ലാം കൊണ്ട് എനിക്ക് കണ്ണൂർ എത്തുകയും വേണം. ഒരു 1.5-2 മണിക്കൂർ എടുക്കും കണ്ണൂർ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും എൻ്റെ ആങ്ങൾട്ടോളും